നമസ്കാരം. സമകാലിക വാർത്തകളിലേക്ക് സ്വാഗതം. കോട്ടയം നഗരമധ്യത്തിൽ അതിക്രൂരമായി ദമ്പതികളെ കൊലപ്പെടുത്തിയിരിക്കുന്നു. കൊലയാളി ആര്? ബംഗാളിയോ മലയാളിയോ? കൊലപാതകത്തിനുള്ള കാരണമെന്ത്? വ്യക്തിവൈരാഗ്യമോ സാമ്പത്തികമോ? നമുക്ക് പരിശോധിക്കാം. കോട്ടയം തിരുവാതുക്കൽ എന്ന സ്ഥലത്ത് താമസിക്കുന്ന വ്യവസായിയായ ശ്രീ വിജയകുമാർ, ഭാര്യ മീര എന്നിവരാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. അസം സ്വദേശിയെ പോലീസ് തിരയുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ മുൻപ് ജോലി ചെയ്തിരുന്ന അമിത് ഉറാങ് എന്ന അസം സ്വദേശിയെ പോലീസ് തിരയുന്നു. തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന രേവമ്മ എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ട് കിടക്കുന്ന വിജയകുമാറിനെയും ഭാര്യയെയും ആദ്യമായി കാണുന്നത്. തിരുനക്കര അമ്പലത്തിന് സമീപമുള്ള ഇന്ദ്രപ്രസ്ഥം എന്ന ഓഡിറ്റോറിയത്തിന്റെ ഉടമയായ വിജയകുമാർ, ഭാര്യ മീര എന്നിവരാണ് അതിക്രൂരമായി അതിദാരുണമായി കോട്ടയം നഗരമധ്യത്തിൽ കൊല്ലപ്പെട്ടത്. തൻ്റെ മകൻ മരിച്ചതിൻ്റെ വിഷമം മാറുന്നതിന് മുന്നേ ആ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന ദൃഢനിശ്ചയത്തോടെ ഇറങ്ങി പുറപ്പെട്ട വിജയകുമാറിനെ കാത്തിരുന്നത് അതുപോലെ ഒരു ദാരുണ മരണമായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാരിത്താസ് ലെവൽ ക്രോസിന് സമീപത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഗൗതമിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 8 വർഷത്തിനു മുമ്പായിരുന്നു ആ സംഭവം. അതിന് തലേ ദിവസവും വീട്ടിലേക്ക് വിളിച്ച് അമ്മേ, ഞാൻ ഭക്ഷണത്തിന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരണോ എന്ന് ചോദിച്ച വ്യക്തിയാണ് പിറ്റേ ദിവസം രാവിലെ റെയിൽ പാളത്തിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൻ്റെ മകന്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് വിജയകുമാർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതിന് അദ്ദേഹം നിരത്തിയ കാരണങ്ങൾ ഇതൊക്കെയായിരുന്നു. മകൻ സഞ്ചരിച്ച കാർ ഏകദേശം 200 മീറ്റർ അകലെ പാർക്ക് ചെയ്തിരുന്നു. ആ കാറിനുള്ളിൽ നിറയെ രക്തക്കറയായിരുന്നു. ഒരാൾ കാറിനുള്ളിൽ ഇത്രയും പരിക്കുകൾ തൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ട് എങ്ങനെ 200 മീറ്റർ മാറിയുള്ള റെയിൽവേ ട്രാക്കിൽ പോയി ട്രെയിന് തലവെക്കും? അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് കോടതി വില കൽപ്പിച്ചു. ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് 1 മാസം തികയുന്ന അന്നാണ് അദ്ദേഹവും ഭാര്യയും ദാരുണമായി കൊല്ലപ്പെട്ടത്. തൻ്റെ കൊട്ടാര സദൃശമായ വീട്ടിൽ തിങ്കളാഴ്ച രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്രീ വിജയകുമാറും ഭാര്യയും കരുതിയിരുന്നില്ല പിറ്റേ ദിവസത്തെ പ്രഭാതം തങ്ങൾക്കുള്ളതല്ല എന്ന്. ആ പ്രഭാതത്തിൽ അവരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി 10-ന് ശേഷമാണ് കൊലപാതകം എന്നാണ് പോലീസിന്റെ ഭാഷ്യം. മതിൽ ചാടിക്കടന്നെത്തിയ അക്രമി വീട്ടിലെ നായകളെ മയക്കിയതിനു ശേഷം വീടിന്റെ മുൻവാതിലിന് സമീപമുള്ള ജനാലയിൽ ദ്വാരമുണ്ടാക്കി മുൻവാതിൽ പുറത്തുനിന്ന് തുറന്നു. വിജയകുമാർ സാധാരണയായി വാതിലിന്റെ ഒരു സാക്ഷിയെ ഇടാറുള്ളൂ എന്നാണ് പോലീസിന്റെ സ്ഥിരീകരണം. കാരണം ഇതറിയാവുന്ന ഒരാളാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് സ്ഥിരീകരണമില്ല, കണ്ടുപിടിക്കട്ടെ, മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കട്ടെ. ഈ ഒരു ദാരുണ സംഭവം എല്ലാ പ്രായമായ മാതാപിതാക്കൾ താമസിക്കുന്ന, ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളിലും സംഭവിക്കാവുന്ന ഒന്നാണ് എന്നാണ് കരുതുന്നത്. കാരണം ഇവിടെ വിജയകുമാറും ഭാര്യയും തനിച്ചായിരുന്നു. അത് അറിയാവുന്ന ഒരാളായിരിക്കണം കൊലപാതകി. മറ്റാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു കൊലപാതകത്തിന് അക്രമി ശ്രമിക്കില്ല. അയാൾക്കറിയാമായിരുന്നു ഇവിടെ 2 പേരേ ഉള്ളൂ. മുൻപ് അവിടെ ജോലി ചെയ്തിരുന്ന അസം സ്വദേശി അമിത് ഉറാങ്, അവനെ 8 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഇവൻ മോഷ്ടിക്കുകയും ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് 90,000 രൂപ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. അതിന് അവനെ 5.5 മാസത്തോളം ജയിലിലിടുകയും ചെയ്തു പോലീസ്. അതിനുശേഷം അവൻ പുറത്തിറങ്ങി ഇതിന് പ്രതികാരം ചെയ്തതാണോ? എന്തായാലും പോലീസ് കണ്ടെത്തട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലിക്ക് സ്ഥിരമായി വന്നിരുന്ന രേവമ്മ എന്ന സ്ത്രീയാണ് മൃതദേഹങ്ങൾ ആദ്യം കാണുന്നത്. രേവമ്മ ഉടൻ തന്നെ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന പൊൻരാജിനെ വിവരമറിയിച്ചു. ഈ പൊൻരാജിന് കേൾവിശക്തി സാരമായ തകരാറുണ്ട്. അത് ഒരുപക്ഷെ അക്രമി അറിഞ്ഞിരുന്നിരിക്കണം. ചൈനീസ് ശൈലിയിൽ നിർമ്മിച്ച കൊട്ടാര സദൃശമായ വീട്ടിൽ നേപ്പാളിൽ നിന്നെത്തിച്ച രുദ്രാക്ഷമരം അടക്കമുണ്ട്. റിമോട്ട് വഴി നിയന്ത്രിക്കുന്ന വലിയ ഗേറ്റ്, CCTVകൾ വീടിന്റെ മുക്കിലും മൂലയിലും സ്ഥാപിച്ചിരിക്കുന്നു. പക്ഷേ എന്ത് പ്രയോജനം? ആ CCTVയിലെ ദൃശ്യങ്ങൾ ശേഖരിക്കുന്ന DVR, അതായത് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ, അക്രമി എടുത്തുകൊണ്ടുപോയിരിക്കുന്നു. CCTVയിൽ നിന്നും ഓരോ ദൃശ്യങ്ങളും ഈ DVR കണ്ടെടുത്തില്ല എങ്കിൽ പോലീസിന് ലഭിക്കില്ല. പോലീസ് നായ ഗണ്ണർ കിണറിന് സമീപം വരെ സഞ്ചരിച്ചു. പോലീസ് കിണർ അരിച്ചു പെറുക്കി വെള്ളം മുഴുവൻ പറ്റിച്ചു. പക്ഷേ ഒരു തുമ്പൽ വലിച്ചില്ല. ഇതിനിടെ അമിത് ഉറാങ് കസ്റ്റഡിയിലായി എന്നും സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട്. വിജയകുമാറിന്റെ വീടിന്റെ മുൻവശത്തു നിന്നും അമിത് ഉറാങ്ങിന്റെ പേരുള്ള ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിട്ടി എന്ന് പറയപ്പെടുന്നു.
റെയിൽവേ സ്റ്റേഷന് സമീപം ഉള്ള ഒരു ലോഡ്ജിൽ മുറിയെടുത്തതിന് ശേഷം ഇദ്ദേഹത്തെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അമിത് ഉറാൻ വീട്ടിൽ എത്തിയിരിക്കണം. ഉയരം കുറഞ്ഞ ഭാഗം മതിലിനുണ്ട് എന്ന് അറിയാവുന്ന ഒരാളാണ് അക്രമി. കാരണം ആ ഭാഗമാണ് ചാടിക്കടന്നിരിക്കുന്നത്. വീട്ടിനുള്ളിൽ വളർത്തുന്ന ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട നായയെ എന്തോ കൊടുത്ത് മയക്കിയിരിക്കുന്നു. ആ നായയ്ക്ക് പരിചയമുള്ള ഒരാൾ ആയതിനാലാണ് ആ നായ ബഹളം വെക്കാതിരുന്നത് എന്നാണ് സ്ഥിരീകരണം. വിജയകുമാറിന്റെ ഹൈക്കോടതിയിലെ അഭിഭാഷകനായ അസഫ് അലി പറയുന്നു, വിജയകുമാറിന്റെ മകന്റെ മരണം ഒരു കൊലപാതകമാണ്. അതിനുള്ള സാഹചര്യ തെളിവുകളും അദ്ദേഹം കോടതിയിൽ നിരത്തുന്നു. അതിനെ സാധൂകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി വിജയകുമാറിന്റെ മകന്റെ മരണം CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് ഉത്തരവിട്ടത്. ആ ഉത്തരവിറങ്ങി 1 മാസത്തിന് ശേഷം വിജയകുമാറും ഭാര്യയും തലക്കടിയേറ്റ് മുഖം വികൃതമാക്കപ്പെട്ട നിലയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. കോട്ടയത്തെ ഇന്ദ്രപ്രസ്ഥം എന്ന ഒരു അതിപ്രശസ്തമായ ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ് വിജയകുമാർ. 1 വർഷം മുന്നാണ് അദ്ദേഹം അത് വാങ്ങിയത്. കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ഓഡിറ്റോറിയമാണ് ഇന്ദ്രപ്രസ്ഥം. വളരെ മനോഹരമായി അദ്ദേഹം അത് നവീകരിച്ചിരുന്നു അടുത്തിടെ. പക്ഷേ അവിടെ നടക്കുന്ന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനോ അതിൻ്റെ പുരോഗതി കാണാനോ അദ്ദേഹം ഇന്നില്ല. പക്ഷേ ഇപ്പോഴും ഒരു സംശയം ഉയരുന്നത്, എന്തുകൊണ്ടാണ് വിജയകുമാർ വാതിലിൻ്റെ ഒരു സാക്ഷ്യം മാത്രം ഇട്ടിരുന്നത്? അത് സ്വയം വരുത്തിയ ഒരു പിഴവല്ലേ? ആ വാതിലിൻ്റെ എല്ലാ കുറ്റികളും അദ്ദേഹം ഇട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊരു കൊലപാതകം അവിടെ നടക്കില്ലായിരുന്നു. കാരണം അക്രമിക്ക് അത് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി. അവനറിയാം ഒരു കുറ്റിയെ വാതിലിന് അദ്ദേഹം ഇടാറുള്ളൂ. അതിനാലാണ് അവൻ അതിൻ്റെ സമീപമുള്ള ജനാലയിൽ കൈകൊണ്ട് തിരിക്കുന്ന ഡ്രില്ലർ ഉപയോഗിച്ച് ദ്വാരമുണ്ടാക്കിയത്. കൈകൊണ്ട് തിരിക്കുന്ന ഡ്രില്ലറിന് സാധാരണ സൗണ്ട് ഉണ്ടാകാറില്ല, അതിന് വൈദ്യുതി ആവശ്യമില്ല. എന്തായാലും അദ്ദേഹത്തിനും ഭാര്യയ്ക്കും അതിദാരുണമായി ജീവൻ നഷ്ടമായിരിക്കുന്നു. അവരുടെ മരണത്തിൽ അവരുടെ മകൾക്കുള്ള ദുഃഖത്തിൽ പങ്കുചേരുന്നു. തൻ്റെ മകൻ്റെ അകാലത്തിലുള്ള മരണം കാണേണ്ടി വന്ന ഒരു പിതാവ്, ഒരു മാതാവ്, അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് നിർത്തുന്നു.